അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റ നയങ്ങളിൽ കടുത്ത മാറ്റങ്ങൾ വരുത്തുമെന്ന ചർച്ചകൾ ശക്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഒന്നാണ് H-1B വിസ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകൾ. ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ, IT പ്രൊഫഷണലുകളും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ വിസ സംവിധാനം നിയന്ത്രിക്കപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. ഇപ്പോൾ ചർച്ചയാകുന്നത് H-1B വിസ അബ്യൂസ് ആക്ട് 2026 എന്ന നിർദ്ദേശമാണ്. ഇത് നടപ്പായാൽ പുതിയ H-1B വിസകൾക്ക് താൽക്കാലിക വിലക്ക്, വാർഷിക ക്വോട്ടക്കുറവ്, ഉയർന്ന ശമ്പള നിബന്ധനകൾ തുടങ്ങിയ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇപ്പോൾ ചർച്ചാ വിഷയമായ നയനിർദ്ദേശം മാത്രമാണ്. നിയമമായി പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണ് H-1B വിസ? H-1B വിസ എന്നത് അമേരിക്കൻ വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കാൻ ഉപയോഗിക്കുന്ന തൊഴിൽ വിസയാണ്. പ്രധാനമായും IT, എഞ്ചിനീയറിംഗ്, ഫൈനാൻസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഈ വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഇന്ത്യ ഒന്നാമതാണ്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ടെക് പ്രൊഫഷണലുകൾ ഓരോ വർഷവും അമേരിക്കയിലേക്ക് പോകുന്നത് ഈ വഴിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് വലിയ ബാധ്യത? കേരളം വർഷങ്ങളായി വിദേശ വരുമാനത്തെ ആശ്രയിക്കുന്ന സംസ്ഥാനമാണ്. മുമ്പ് ഗൾഫ് രാജ്യങ്ങളായിരുന്നു പ്രധാന കേന്ദ്രം. എന്നാൽ കഴിഞ്ഞ ഒരു ദശകത്തിൽ അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള മലയാളി കുടിയേറ്റം വേഗത്തിൽ വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ വലിയൊരു വിഭാഗം അമേരിക്കൻ അവസരങ്ങൾ ലക്ഷ്യമിടുന്നു. ടെക്നോപാർക്ക്, ഇൻഫോപാർക്ക് പോലുള്ള IT ഹബ്ബുകളിൽ ജോലി ചെയ്യുന്ന പലർക്കും ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്നത് കരിയറിൽ വലിയ ഒരു സ്വപ്നമാണ്. H-1B വിസയ്ക്ക് തടസ്സം വന്നാൽ ഈ മോഡൽ തകരാൻ സാധ്യതയുമുണ്ട്. കേരളത്തെ IT മേഖലയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യൻ IT കമ്പനികൾ അമേരിക്കൻ ക്ലയൻറ്റുകൾക്ക് സേവനം നൽകുന്നത് ഓൺസൈറ്റ് ഓഫ്ഷോർ മോഡലിലാണ്. ചിലർ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ചിലർ അമേരിക്കയിലേക്ക് അയച്ചിട്ട് നേരിട്ട് പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നു. H-1B നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ജീവനക്കാരെ അയക്കാൻ ബുദ്ധിമുട്ടാകും. വലിയ പ്രൊജക്റ്റുകൾ നഷ്ടപ്പെടാം, പ്രാദേശിക കമ്പനികളുടെ വരുമാനം കുറയാം, ശമ്പള വർധന മന്ദഗതിയിലാകാം, യുവ IT പ്രൊഫഷണലുകളുടെ കരിയർ വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകാം. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചെറിയ മാസ വരുമാനത്തേക്കാൾ അമേരിക്കയിലെ ടെക് ജോലികളിൽ ഉള്ളവർ സാധാരണയായി കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാറുണ്ട്. വീട്, വിദ്യാഭ്യാസം, നിക്ഷേപം, കുടുംബസഹായം തുടങ്ങി പല മേഖലകളിലും ഈ പണം വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് H-1B വിസ കുറഞ്ഞാൽ കേരളത്തിലേക്കുള്ള ഉയർന്ന മൂല്യമുള്ള റിമിറ്റൻസിനും ബാധകമായേക്കാം. അതുപോലെ തന്നെ അമേരിക്കയിൽ പഠിക്കാൻ വിദ്യാഭ്യാസ വായ്പ എടുത്തു പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് ജോലി നേടി H-1B വഴി അവിടെ തുടരുക എന്നതാണ് പലരെയും പദ്ധതി. എന്നാൽ പുതിയ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഇത് ജോലി നേടാൻ ബുദ്ധിമുട്ടാകാം, വായ്പ തിരിച്ചടവ് സമ്മർദ്ദത്തിലാകാം, ഇന്ത്യയിലേക്ക് തിരികെ വരേണ്ട സാഹചര്യമുണ്ടാകാം. അതുപോലെ തന്നെ ബാങ്കുകൾക്കും NPA ഭീഷണി ഉയരാം. ഇതിൽ എന്താണ് ട്രംപിൻ്റെ ലക്ഷ്യം? ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് സുതാര്യമാണ്. അമേരിക്കൻ ജോലികൾ ആദ്യം അമേരിക്കക്കാർക്കായി വേണം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന രാഷ്ട്രീയ സന്ദേശത്തിൻ്റെ ഭാഗമായാണ് വിദേശ തൊഴിലാളികൾക്കുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, കമ്പനികൾ കുറഞ്ഞ ചെലവിൽ വിദേശികളെ നിയമിക്കുന്നു, അമേരിക്കക്കാർക്ക് ജോലി നഷ്ടമാകുന്നു, വേതന നിരക്ക് താഴുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്കാരുടെ അമേരിക്കൻ ജോലി സ്വപ്നത്തിന് വലിയ തിരിച്ചടിയുണ്ടാവും. അതുപോലെ തന്നെ കേരള IT മേഖലയിൽ സമ്മർദ്ദം വരികയും വിദേശ വരുമാനത്തിൽ ഇടിവ് വരികയും ചെയ്യും. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ അനിശ്ചിതത്വം വരികയെന്ന് മാത്രമല്ല, നാട്ടിലേക്ക് മടങ്ങുന്ന സ്കിൽഡ് പ്രൊഫഷണൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന് മറ്റൊരു വശവുമുണ്ട്. ഇത്തരം നിയന്ത്രണങ്ങൾ അമേരിക്കൻ കമ്പനികൾക്കും തിരിച്ചടിയാകാം. കാരണം ടെക് മേഖലയ്ക്ക് ലോകമെമ്പാടുമുള്ള പ്രതികളെ ആശ്രയിക്കുന്നുണ്ട്. അതിനാൽ എല്ലാ നിർദ്ദേശങ്ങളും അതേ രൂപത്തിൽ നടപ്പാക്കണമെന്നില്ല. കോടതികൾ, കോൺഗ്രസ്, ബിസിനസ് ലോബികൾ എന്നിവയുടെ ഇടപെടലുകളും നിർണായകമാണ്. H-1B വിസ നയം ഇന്ത്യക്കും കേരളത്തിനും ഒരു കുടിയേറ്റ വിഷയം മാത്രമല്ല, അത് തൊഴിൽ, വിദ്യാഭ്യാസം, ഭാവി സ്വപ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ വിഷയമാണ്. ട്രംപ് സുഹൃത്ത് എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചാലും കർശന വിസ നയങ്ങൾ വന്നാൽ അതിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ഇന്ത്യൻ കുടുംബങ്ങളായിരിക്കും.
അടുത്ത മാസങ്ങളിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ സമൂഹം ഉറ്റുനോക്കുകയാണ്.